ഷിബു മിരാൻ, നോക്കിപ്പം വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഉയർന്നു. പക്ഷേ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജി എങ്ങനെ നടപ്പിലാക്കുന്നു, എങ്ങനെയാണ് നറേറ്റീവ് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുക എന്ന കാര്യത്തിൽ BJP മത്സരത്തിന് സാധ്യത കൊടുക്കാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എങ്ങനെയാണ് ഓരോ കാര്യവും, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തന്നെ പല പരാമർശങ്ങൾ ഉപയോഗിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി എന്നുള്ളത് എടുത്തു പറയുന്നില്ല ഞാൻ. ഇതിപ്പോൾ സ്ത്രീ വിരുദ്ധത എന്നൊരാരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. നോക്കൂ, പശ്ചിമ ബംഗാളിലടക്കം ദീദിയുടെ വോട്ട് എവിടെയാണ് കിടക്കുന്നത്, ദീദിയുടെ ബലം എവിടെയാണ് കിടക്കുന്നത്? അത് സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ത്രീ വോട്ടർമാരുടെ കൈവശമാണ്. അവിടെ സ്ത്രീ വിരുദ്ധത എന്ന വജ്രായുധം എടുത്ത് വീശാൻ ഒരുമ്പെടുകയാണ്. തീർച്ചയായും മാധു, അതിനെ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ഒരു തിരിച്ചറിവാണ് ഞങ്ങൾക്കാകെയുള്ളൂ. ഇതിന്റെ ഒരു ചരിത്രം ഇവിടെ പറഞ്ഞു, ഞാനതിലേക്ക് വിശദമായി പോവല്ല. ഈ പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രമുണ്ട്. 2023 മെയ് മാസമാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 3 കാര്യങ്ങൾ അന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ഒന്ന്, ചെങ്കോലുമായി വരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. രണ്ടാമത്തേത്, അന്ന് ഈ MP മാർക്ക് വിതരണം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷന്റെ കോപ്പി, അതിൽ സെക്യുലറിസം, സോഷ്യലിസം ഈ 2 വാക്കുകൾ ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ഒരു സവിശേഷത അത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, ആ പാർലമെന്റ് കെട്ടിടത്തിനകത്ത് ലോക്സഭ സമ്മേളിക്കുന്ന ഹാളിൽ 800-ലധികം സീറ്റുകൾ ഉണ്ട് എന്നാണ്. നോട്ട് ദ പോയിന്റ്, 800+ എന്ന ഈ ഫിഗർ, ഈ ചൂണ്ടക്കൊളുത്ത് അന്നേ BJPയുടെ കയ്യിലുള്ളതാണ്. ഇനി അതേ പാർലമെന്റ് കെട്ടിടത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ഇവര് നാരി ശക്തി വന്ദൻ അധിനിയം 2023 പാസ്സാക്കുന്നു. അതിനകത്തൊരു വ്യവസ്ഥ ഉണ്ടെന്നാണ്, ഡീലിമിറ്റേഷൻ വേണം, സെൻസസ് വേണം. ഇത് അന്നത്തെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് ഇവർ കൊണ്ടുവന്നതല്ല. ആ സിറ്റീസ് അമിത്ഷാ എന്ന് അവതരിപ്പിക്കുന്ന നിയമത്തിൽ തന്നെ ഈ വ്യവസ്ഥയുണ്ട്. വേണമെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതാകാം എന്ന് അന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷം പറഞ്ഞതാണ്. ഇവരത് കേട്ടില്ല. ഇത് അവർ അവധിക്ക് വെച്ചുകൊണ്ട് നടപ്പാക്കി. ഇനി 2024 ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മുടെ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അന്ന് നമ്മൾ കേട്ടൊരു ആക്രോശം കൂടിയുണ്ട്, ബാർ 400 പാർ എന്നതാണ്. ഇത്തവണ ഞങ്ങൾക്ക് 400 വേണം. എന്തിനാണ്? പ്രതിപക്ഷത്തിന്റെ ഔദാര്യമില്ലാതെ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഏത് രൂപത്തിലും തകിടം മറിക്കാനുള്ള മാൻഡേറ്റ് ഞങ്ങൾക്ക് തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അത് കിട്ടിയില്ല. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. NDA എന്നൊരു സംഗതിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ചൂണ്ടക്കൊളുത്ത് ഇവരുടെ കയ്യിലുണ്ട്. 800 സീറ്റും പാർലമെന്റിലുണ്ട്. പക്ഷെ അതിന് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ ചൂണ്ടക്കൊളുത്തിൽ ഒരു പ്രത്യേക സമ്മേളനം തിരക്കിട്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങൾ, 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരക്കിട്ട് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടുകയാണ്. സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു ദിവസം ചർച്ച പൂർത്തിയാകുമ്പോഴാണ് ഇവർക്ക് ബോധ്യമാവുന്നത്, ഒരു നിയമം അത് പാർലമെന്റ് പാസ്സാക്കി, പ്രസിഡന്റ് ഒപ്പുവെച്ചു. പക്ഷെ ആ നിയമം അഭിലാഷ് സാറിനൊക്കെ വിശദമായി പറയാൻ പറ്റും. ആ നിയമം അപ്പോഴും ഒരു ലീഗലി ഒരു അന്തരീക്ഷത്തിലാണ്. ആ നിയമം രാജ്യത്ത് ആക്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ, അത് ഇംപ്ലിമെന്റ് ആവണമെങ്കിൽ, ആ നിയമം പ്രവർത്തിക്കാൻ ആരംഭിക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? അത് വിജ്ഞാപനം ചെയ്യണം. അത് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വരുന്നു. രാത്രി 9:55 അത് വിജ്ഞാപനം ചെയ്യുന്നു. എന്നിട്ട് ഇന്നലെ ഇപ്പൊ ഇവര് ഈ ബംഗാളിലൊക്കെ മാധു ഇവര് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നാരി ശക്തി എന്ന പോയിന്റിലാണല്ലോ. കുറെ എണ്ണങ്ങളല്ല ഇവിടുത്തെ സ്ത്രീകൾ. ഈ പാർലമെന്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ് ഈ രാജ്യത്തിന്റെ ഈ ശക്തി എന്ന വാക്ക്, അത് സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഇതിനു മുൻപുണ്ടായിട്ടുണ്ട് കോൺഗ്രസിനും BJPക്കും ഇടയിൽ തന്നെ. അത് ഒരുപക്ഷെ ഇതാ നോക്കൂ, നിയമനിർമ്മാണം സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച BJPക്ക് പ്രതിപക്ഷത്തിൽ നിന്ന് സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ അധികാരം അമിതപ്രയോഗം ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗമാണ് എന്ന ആരോപണമാണ് ഉണ്ടാവുക. ഇതിപ്പോൾ പ്രതിപക്ഷം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് സർക്കാരിനെ സ്ത്രീകൾക്ക് അനുകൂലമായ പ്രാതിനിധ്യ നിയമം നിർമ്മിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തി അമിതാധികാര പ്രയോഗം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് നറേറ്റീവ്. ആ നെറേറ്റീവ് പൊളിഞ്ഞടുങ്ങാൻ വേണ്ടി പോവാണ്. ഇതൊന്നും ഇവർ വിചാരിക്കുന്നിടത്ത് ദേ ആർ അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദ വിമൻസ് ഓഫ് ഇന്ത്യ. ഈ നിയമം നടപ്പാക്കുന്നതിന് 2024 തന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് ബില്ല് കൊണ്ടുവരുന്ന പാർലമെന്റിനകത്ത് 185 പെണ്ണുങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന മനോഹര കാഴ്ചക്ക് വേണ്ടി ആ പാർലമെന്റിൽ എഴുന്നേറ്റ് വർത്താനം പറഞ്ഞവരാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് ബോധ്യമാക്കാനുള്ള വിവേകം ഇവിടുത്തെ സ്ത്രീകൾക്കുണ്ട്. ഇവരതിനെ വില കുറച്ച് കാണുന്നുണ്ടല്ലേ. ഇവര് നാരി ശക്തിയെ കുറിച്ചൊക്കെ ഒരു ചർച്ചയ്ക്ക് ഇരുന്നാൽ മാധു, ഇത് മാത്രമൊന്നുമല്ല, ഈ രാജ്യത്തെ സ്ത്രീകളെ വില, ഈ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പിറ്റേ ദിവസമാണ് വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും അവര് പൊരുതി നേടിയ മെഡലുകൾ കയ്യിൽ വെച്ചിട്ട് ഗംഗാ നദീ തീരത്തുനിന്ന് വിതുമ്പിക്കരഞ്ഞത്. എന്തിനാ? അവരെ അപമാനിച്ച, അവരുടെ കൂട്ടത്തിലെ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പോലും അപമാനിച്ച ഒരു വൃത്തികെട്ടവൻ, ഒരു അറുവഷളൻ BJP MP ആണ്. അയാളെ ഒന്ന് മാറ്റി നിർത്തണം എന്നല്ലാതെ മറ്റൊന്നും ആ പെൺകുട്ടികൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതേ മെയ് മാസത്തിലോ മറ്റോ ആണ് ഒരു സ്ത്രീ മണിപ്പൂരിൽ ഒരാൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ പിറന്ന പടി കൊണ്ടുവന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആഴ്ചകൾക്ക് മുൻപ് ആ പെൺകുട്ടി
മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടില്ലേ മാധു? ഹത്രസിലെ പെൺകുട്ടി നമ്മൾ മറന്നാണോ? ഇവരുടെ വലിയ വില്ലാളി വീരന്റെ മൂക്കിന്റെ താഴെയാണ് ഒരു പെൺകുട്ടി, ഞാൻ ആ വീട്ടിൽ പോയാളാ, ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അതിന്റെ നാവരിഞ്ഞ് അതിന്റെ നടു തവിട്ടി തകർത്ത് ആശുപത്രിയിൽ ആ പെൺകുട്ടി മരിക്കുമ്പോൾ അതിനെ കൊണ്ടുപോയി അതിന്റെ വീടിന്റെ തൊട്ടുമുറ്റത്തുള്ള ഒരു വയലിൽ പെട്രോൾ ഒഴിച്ച് വൈക്കോല് വാരിയിട്ട് കരിച്ചു കളഞ്ഞവരാ ഇവര്. ഇതൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് നന്നായി BJPയെ അവരുയർത്തുന്ന നാരീശക്തി എന്ന മുദ്രാവാക്യത്തിന്റെ പൊള്ളത്തരത്തെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യയിലെ ഇന്നത്തെ ഒരു നാരീശക്തിയുടെ പ്രതീകമായി തന്നെ നിൽക്കുന്ന മമതാ ബാനർജി, രാഷ്ട്രീയമായിട്ടൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇവിടെ പലർക്കും ആ സ്ത്രീയോടുണ്ടാവും. അവര് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ബംഗാളിലൊന്നും ഈ ചെപ്പടി വിദ്യകൾ ഏച്ചാൻ പോകുന്നില്ല എന്ന ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ മുന്നണി എന്ന ഒരു രാഷ്ട്രീയ സഖ്യം അതിന്റെ പ്രസക്തി രാജ്യത്തിന് ബോധ്യപ്പെട്ട ദിവസമാണിത്. ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികൾക്കും അതിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നുകൂടി അവസരത്തിൽ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് പറഞ്ഞു വെക്കുകയാണ്. Debate with Madhu Saji.